നമസ്കാരം. 4 മരണങ്ങൾ, ഒരു ബസ് അപകടം, ഒരു ബോട്ട് അപകടം, ആ ബോട്ടിൽ ഋഷഭ് ഷെട്ടി. അങ്ങനെ അപകടങ്ങളുടെയും ശാപങ്ങളുടെയും ദുരിതം പിടിച്ച ദിവസങ്ങളായിരുന്നു കാന്താരയുടെ ചിത്രീകരണത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മുതൽ തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഗുളികൻ ശാപം ഈ ചിത്രത്തിന് മേൽ ഏൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് അണിയറ പ്രവർത്തകരും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം. പക്ഷേ മലയാളികൾ ഇത് കണ്ടിട്ടുള്ളത് മറ്റൊരു സിനിമയിലാണ്. ഞാൻ ഗന്ധർവൻ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. പത്മരാജൻ്റെ അവസാനത്തെ ചിത്രം. പത്മരാജൻ ഈ ഞാൻ ഗന്ധർവൻ സിനിമയുടെ ചിത്രീകരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പത്മരാജനോട് പലരും വിലക്കിയിരുന്നു, ഈ സിനിമ എടുക്കരുത്, ഇതിൻ്റെ പിന്നിൽ ഗന്ധർവ ശാപമൊക്കെ ഉണ്ടാകും, നിൻ്റെ ജീവിതം തന്നെ വേറൊരു രീതിയിലേക്ക് മാറും, എന്തിനാണ് ഈ സിനിമയുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് പലരും പത്മരാജനെ വിലക്കിയിരുന്നു. പത്മരാജൻ അതൊന്നും ചെവി കൊണ്ടില്ല. പത്മരാജൻ ആ സിനിമയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, സിനിമയുടെ ചിത്രീകരണമൊക്കെ കഴിഞ്ഞ് സിനിമയുടെ റിലീസ് എത്തി. റിലീസ് സമയത്താണ് പത്മരാജൻ്റെ മരണം സംഭവിക്കുന്നത്. പത്മരാജൻ ഈ തിയേറ്റർ വിസിറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ട് ഹോട്ടലൊക്കെ എടുത്ത് കിടക്കുന്ന സമയത്ത് രാവിലെ പത്മരാജൻ മരണപ്പെടുകയാണ്. പക്ഷെ അതിലെ നായകന് മുംബൈയിൽ വെച്ച് ഒരു അപകടം സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഗന്ധർവൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഗന്ധർവ ശാപമൊക്കെ ഉണ്ടെന്നൊക്കെ അന്ന് മുതൽ തന്നെ കേട്ടിരുന്നത് മലയാളികൾക്ക് അറിയാം. പക്ഷേ പലരും അത് വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിക്കാതിരിക്കുന്നുണ്ട്, അന്ധവിശ്വാസം എന്ന് പറയുന്നവരുണ്ട്, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നവരുണ്ട്. അങ്ങനെ പല പല കഥകളുണ്ട് കേട്ടോ. അങ്ങനെ കഥകളുടെ കൂട്ടത്തിൽ വരുന്നൊരു കഥയും കൂടിയാണ് കാന്താര. നമുക്കറിയാം 2022 കാന്താര ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ പോലും കാന്താരയുടെ ശാപം അല്ലെങ്കിൽ ഗുളികൻ ശാപം എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലേക്ക് ആ സിനിമയുടെ അവസാന ഭാഗത്തിൽ ഋഷഭ് ഷെട്ടിയുടെ ഉള്ളിൽ ഗുളികൻ കയറുന്നു. ഋഷഭ് ഷെട്ടിയുടെ പ്രകടനം അതിഗംഭീരമായി മാറുന്നു, പ്രേക്ഷകർ കൈയടിക്കുന്നു, തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പരക്കെ ഉണ്ടാകുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ഗുളികൻ ശാപം ഏൽട്ടിരിക്കുന്നത് ഈ കാന്താരയുടെ ഈ ഒരു ചിത്രീകരണ വേളയിലാണ്. കാരണം 4 മരണങ്ങളാണ്. നമ്മൾ എവിടെ കേട്ടിട്ടുണ്ട് ഇതുപോലെ വേറൊരു ദിവസം മരണം, വേറൊരു ദിവസം മരണം, അങ്ങനെ പല പല മരണങ്ങളാണ് സംഭവിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റ് മരണപ്പെടുന്നു, വേറൊരു സിനിമയിൽ പ്രധാനപ്പെട്ട താരം മരണപ്പെടുന്നു, അങ്ങനെ സംഭവിക്കുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്ന 20ഓളം പേർ, അവർക്ക് ബസ് അപകടം സംഭവിക്കുന്നു, ഒരു ബോട്ട് അപകടം, അതിൽ ഋഷഭ് ഷെട്ടി ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് ഈ സിനിമയ്ക്കുള്ളിൽ ഒരുപാട് രീതിയിൽ മിസ്റ്ററി ഒളിഞ്ഞെടുപ്പുണ്ട്. ഒരുപാട് മിസ്റ്റീരിയസ് ആയിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കുള്ളിലുള്ള ഒരു അങ്കലാപ്പ്, ഈ സിനിമ കാണാൻ പോയാൽ തിയേറ്ററിനുള്ളിൽ വെച്ച് ഇനി വല്ല മരണം സംഭവിക്കുമെന്നുള്ളതാണ്. അതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പരക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം. ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ശാപമേറ്റ് തിയേറ്ററിൽ വെച്ചൊരു മരണം സംഭവിക്കുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴായിട്ട് ഉയരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ മരണം എന്തായാലും മാർക്കറ്റിംഗ് അല്ലല്ലോ, മരണം സംഭവിച്ചതാണ്. അപകടങ്ങൾ ചുമ്മാ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും ചുമ്മാ ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ടും പ്രേക്ഷകർക്കിടയിൽ ഒരു ഹൈപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി മാത്രവുമായിട്ടാണ് അപകടങ്ങൾ എന്ന് വാദിക്കുന്ന ഒരു ഭാഗം പേരുണ്ട്. മറുഭാഗത്ത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ തുറന്നു പറയുന്നു, ഇങ്ങനൊരു അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മരണത്തെ മുഖാമുഖം കണ്ടു എന്നതുപോലും പറഞ്ഞു. പ്രത്യേകിച്ച് ഈ കാട്ടിലൂടെ പോകുന്ന വഴിക്കൊക്കെ കുറേ അട്ടകളുണ്ട്, പ്രത്യേകിച്ച് കാട് ഏരിയയാണ്, അപ്പോൾ പല പല ജീവികളുണ്ട്. ഇതൊക്കെ പാസ് ചെയ്ത് പോകണം. പല അട്ടകളും പലരെയും കടിക്കുകയും ചെയ്തു, ചിലത് വിഷമുള്ളതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അണിയർ പ്രവർത്തകർ ഉൾപ്പെടെ, ഋഷഭ് ഷെട്ടി ഉൾപ്പെടെയുള്ളവർ വന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ സിനിമ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം നിൽക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ഹൈപ്പിൻ്റെ കൊടുമുടിയിലാണല്ലോ കാന്താര കൊണ്ടെത്തിക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ വലിയ ഹൈപ്പാണ്, വലിയ റിലീസാണ് സിനിമയ്ക്ക്. അപ്പോൾ ഇത് തിയേറ്ററിൽ വെച്ച് ഇനി പ്രേക്ഷകനും കൂടി എന്തെങ്കിലും, കാരണം അണിയർ പ്രവർത്തകർക്ക് സംഭവിക്കുന്നു, നായകൻ സംഭവിക്കുന്നു, സംവിധായകൻ സംഭവിക്കുന്നു, അങ്ങനെ എല്ലാ രീതിയിലും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പ്രേക്ഷകൻ ഈ സിനിമ കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ കാലത്ത് 2025 വരുമ്പോഴേക്കും അതൊക്കെ നമുക്കൊരു അന്ധവിശ്വാസമായിട്ടൊക്കെ രീതിയിൽ തള്ളിക്കളയാമെങ്കിൽ പോലും ഈ സിനിമ നാളെ റിലീസാകാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും ഒരുപാട് പ്രതീക്ഷകൾ നിൽക്കുകയാണ്. എന്തായിരിക്കും ഈ സിനിമയുടെ ഭാവി, എങ്ങനെയായിരിക്കാം ഈ സിനിമ എത്തിപ്പെടുക, ബോക്സ് ഓഫീസിൽ ഗുളികൻ്റെ ശാപം ഉണ്ടാവുമോ അതോ ഗുളികൻ അനുഗ്രഹിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാത്തിരുന്നു കാണാം.